അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോസ് ഒരു കലക്കി പറഞ്ഞ അപ്പമാണ് കേട്ടോ. നമ്മൾ നാട്ടിൽ ദോശയും പറയും അപ്പം എന്നൊക്കെ പറയും. അതിന് നമ്മൾ ഇതിന്ന് രാഗിയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് കുറച്ച് അരി വെള്ളത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വീഡിയോസ് വെറുതെ എടുക്കുക വിചാരിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്ന വീഡിയോസ് തന്നെയാണ്. അപ്പം അത് പുതിയ ചാനൽ തുടങ്ങിയതാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങുമ്പോൾ ഇങ്ങനെ തന്നെയല്ലേ, നമുക്കറിയില്ലല്ലോ. അങ്ങനെ അരി വെള്ളത്തിലിട്ട് കുതിർത്ത് നമുക്ക് മിക്സിയിലിടാം. മിക്സിയിൽ അരച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുക കേട്ടോ. അതൊക്കെ കുറച്ച് ഉപ്പും നമ്മൾ രാഗിപ്പൊടി ചേർക്കുന്നുണ്ട്. കാരണം കുട്ടികളൊന്നും രാഗി തിന്നൂല. അച്ചെടുത്ത് വെറും രാഗി മാത്രം വെച്ച് കണ്ട് എന്ത് ചെയ്താലും തിന്നൂല. അപ്പോൾ നമ്മൾ ദോശയ്ക്കോ പുട്ടുക്കോ എന്തൊക്കെയാണെങ്കിലും 2-3 സ്പൂൺ രാഗിപ്പൊടി ഇട്ട് കണ്ട് ചെയ്യലാണ്. ഹോട്ടലുണ്ടാക്കുകയാണെങ്കിലും എന്തുണ്ടാക്കുകയാണെങ്കിലും വെറും അച്ചലക്ക് ചെയ്യൂല. ഉഴുന്ന ദോശയാണെങ്കിലൊക്കെ കുറച്ചിട്ട് രാഗിൻ്റെ ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ലതല്ലേ. രക്തം ഉണ്ടാവാനും ഉത്സാഹവും എല്ലതും നല്ലതാണ്. അപ്പോൾ 2-3 സ്പൂൺ രാഗി ഇട്ടിട്ടാണ് നമ്മളെന്നും ദോശ എന്തുണ്ടാക്കുകയാണെങ്കിലും പലഹാരം കടികൾ ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ ഈ രാഗി ചേർത്തിട്ടാണ് ഉണ്ടാക്കല് കേട്ടോ. ഈ ഭക്ഷണം കഴിക്കാൻ പാടില്ല കുട്ടികൾക്കൊക്കെ ഇതാകുമ്പോൾ എന്തായാലും രാവിലെ 2-3 കഴിക്കുമല്ലോ. അപ്പോൾ രാഗിമ്പാടം ചേർന്നോട്ടെ അത് വിചാരിച്ച് കണ്ടാണ് നല്ലോണം മിക്സിയിൽ അരച്ചിട്ട് നമുക്ക് ഈ ദോശ ഉണ്ടാക്കാം. അതിന് വെള്ളത്തിലിട്ട് ഇതിവിടെ നമുക്ക് പാര. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് അടിക്കുക. വീഡിയോ ഇഷ്ടമാകില്ല എന്നാലും ശരി, ഒരു ലൈക്ക് അടിക്കുക കേട്ടോ. നമ്മൾ കലക്കി പാർന്ന അപ്പാണെങ്കിൽ ഇതേ രൂപത്തിൽ മതി കേട്ടോ. ഓട്ടടൊന്നുമല്ലല്ലോ. അപ്പം ഒന്ന് വെള്ളം പോലായിട്ട് ഇതാക്കണം. ചട്ടിയിൽ ഒന്ന് ഒട്ടി പിടിച്ച് ചട്ടി കുറേ ദിവസമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോൾ വാഴത്തിൻ്റെ തണ്ടുകൊണ്ടാകുമ്പോൾ കറ പോകാൻ നല്ലതാണ്. കാരണം ചട്ടി പുതിയതാണ്. അപ്പോൾ കറ പോകണമെങ്കിൽ നമ്മൾ വാഴൻ്റെ തണ്ടാണ് ഉപയോഗിക്കൽ. അല്ലെങ്കിൽ ഉള്ളി വലിയ ഉള്ളിൻ്റെ മുറിച്ചിട്ട് ചെയ്താലും പെട്ടെന്ന് ദോശ മറിച്ചിടാനും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്.